ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാന പുരസ്കാരങ്ങളെ കുറിച്ചിട്ടാണ്. സാധാരണ PSCയിലും RRBയിലും ഒക്കെ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള RRB ഗ്രൂപ്പ് ഡിയിലും അതുപോലെ 10th ലെവലിലും ഡിഗ്രി ലെവലിലും +2 ലെവലിലും ഒക്കെ മെയിൻസിലും ഒക്കെ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ് ഈ പുരസ്കാരങ്ങളെക്കുറിച്ച്. അപ്പോൾ പുരസ്കാരങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു സെഷനാണ് നമ്മൾ ഇന്ന് ഹാൻഡിൽ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. എഴുത്തച്ഛൻ പുരസ്കാരമാണ് ആദ്യം നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത്. ഏതാണ്? എഴുത്തച്ഛൻ പുരസ്കാരമാണ്. ഏതാണ്? എഴുത്തച്ഛൻ പുരസ്കാരമാണ്. സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. എന്താണ്? സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം നൽകുന്നത്. ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കൃതിക്കല്ല നൽകുന്നത്, സമഗ്രമായിട്ടുള്ള സംഭാവനയ്ക്കാണ് എപ്പോഴും എഴുത്തച്ഛൻ പുരസ്കാരങ്ങൾ നൽകി വരുന്നത്. ഓക്കെ, ഇത് ഏർപ്പെടുത്തിയ വർഷം 1993 സമ്മാന തുക എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. 31ാമത് 2023 ലഭിച്ചത് SK വാസന്തൻ എന്ന് പറയുന്ന ആൾക്കാണ്. എന്നാൽ 32ാമതായിട്ട് ഈ 2024 അത് കിട്ടിയത്, അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് നൽകി വരുന്ന എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹിഗ്ഗിറ്റ എന്ന് പറയുന്ന ഒരു നോവലൊക്കെ രചിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് NS മാധവൻ. അപ്പോൾ ഒരു കൃത്യമായ ഒരു രചനയ്ക്കല്ല ഇത് കൊടുക്കുക, അല്ലെങ്കിൽ സാഹിത്യ സൃഷ്ടിക്കല്ല ഇത് കൊടുക്കുക. എന്താണ്? സമഗ്ര സംഭാവനയ്ക്കായിട്ടാണ് എഴുത്തച്ഛൻ പുരസ്കാരം സാധാരണ രീതിയിൽ കൊടുത്തു വരിക. ഓക്കെ, വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ള കാര്യം. 5 ലക്ഷം രൂപയാണ് അതിന് തുക എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. മറ്റൊന്ന്, അടുത്തൊരു പുരസ്കാരമാണ് നമുക്കറിയാം, വയലാർ പുരസ്കാരം. 1977 മുതലാണ് വയലാർ പുരസ്കാരം നൽകി വരുന്നത്. ആദ്യ ജേതാവ് ലളിതാംബിക അന്തർജനമാണ്. അഗ്നിസാക്ഷി എന്ന് പറയുന്ന കൃതിക്കായിരുന്നു അത് ലഭിച്ചത്. 2023 അത് കിട്ടിയത് ശ്രീകുമാരൻ തമ്പിക്കാണ്. ജീവിതം ഒരു പെൻഡുലം എന്നാണ് ആ രചനയുടെ പേര്. 48ാമത് 2024 കിട്ടിയത് അശോകൻ ചെരുവിലാണ്. കാട്ടൂർ കടവ് എന്ന് പറയുന്നതാണ് അതിന്റെ രചന. അപ്പോൾ തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ് വയലാർ പുരസ്കാരം എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. കറണ്ട് അഫയേഴ്സിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് ഡിയിലേക്ക് ഫോക്കസ് ചെയ്യുന്നവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും ഒരു റാപ്പിഡ് കോഴ്സ്, നിങ്ങൾക്ക് റാപ്പിഡ് ബാച്ച് നിങ്ങൾക്കായിട്ട് CC അവതരിപ്പിക്കുകയാണ്. കോമ്പറ്റേറ്റീവ് ക്രാക്കറിലൂടെ നിങ്ങൾക്ക് ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നത്തിലേക്ക് വരാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കൃത്യമായിട്ടുള്ള പഠനം, നമ്മൾ ഇവിടുന്ന് നൽകുന്ന രീതിയിലുള്ള ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള എക്സാംസ്, ഡെയിലി ടോപ്പിക് എക്സാംസ്, വീക്ക്ലി എക്സാംസ്, മെന്റർഷിപ്പ്, ലൈവ് ക്ലാസ്, ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റി, PDF നോട്ട്, ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലിയാണ്, RRB ഗ്രൂപ്പ് ഡിയിൽ ഒരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ റാപ്പിഡ് ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, വീണ്ടും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓടക്കുഴൽ പുരസ്കാരം അത് ഏർപ്പെടുത്തിയത് G ശങ്കരക്കുറുപ്പാണ്. നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ്. സമ്മാന തുക 30,000 രൂപയാണ്. 2023 53ാമത് കിട്ടിയത് PN ഗോപികൃഷ്ണനാണ്. കവിത മാംസപൂജിയാണ് എന്നുള്ളതായിരുന്നു രചന. 2024 54ാമത് കിട്ടിയിട്ടുള്ളത് അരവിന്ദാഷനാണ്. രചനയുടെ പേര് ഗോപ എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. ഇനി ഹരിവരാസന പുരസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ്. ഹരിവരാസന പുരസ്കാരം പലപ്പോഴും PSCയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ് ഈ ഹരിവരാസന പുരസ്കാരം. അത് 2023 അത് ലഭിച്ചിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പിക്കാണ്. 2024 PK വീരമണിദാസനാണ് ലഭിച്ചിരിക്കുക. 2025 കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്കാണ് അത് ലഭിച്ചിരിക്കുക. ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടതാണ്, 2025 കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്കാണ്. 2024 PK വീരമണിദാസനാണ്. 2023 ശ്രീകുമാരൻ തമ്പിക്കാണ് ഈ പുരസ്കാരം, ഹരിവരാസനം പുരസ്കാരം നൽകി കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ കേരള പുരസ്കാരം 2024 വളരെ പ്രധാനപ്പെട്ടതാണ്. സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തുന്ന പരമോന്നതമായിട്ടുള്ള പുരസ്കാരമാണ് ഇത്. 2004 പ്രഖ്യാപിച്ചത് 3ാമത് കേരള പുരസ്കാരമാണ്. ഇത് നമുക്ക് 3 രീതിയിലാണ്. ഒന്ന് കേരള ജ്യോതി എന്ന് പറയുന്നതാണ്. കേരള ജ്യോതി ഒരാൾക്കാണ് കിട്ടുക.
പ്രൊഫസർ MK സാനു ആണ്. സാഹിത്യ വിമർശനം അധ്യാപകനൊക്കെയാണ്. MK സാനുവിൻ്റെ ആത്മകഥ കർമ്മഗതിയാണ്. മോഹൻലാൽ അഭിനയ കലയുടെ ഇതിഹാസം എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയാണ്. അപ്പോൾ അദ്ദേഹത്തിനാണ് ഈ പ്രാവശ്യത്തെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചിരിക്കുക. കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചിരിക്കുന്ന ആർക്കാണ്? MK സാനുവിനാണ്. മറന്നുപോകല്, കേരള ജ്യോതി പുരസ്കാരം. ഇനി ഇതിന്റെ രണ്ടാമത്തെ സെഷനാണ് കേരള പ്രഭ. നിങ്ങൾക്കറിയാം, പത്മവിഭൂഷൺ, പത്മഭൂഷൺ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഈ അവാർഡുകൾ, അതായത് കേരള പുരസ്കാരം 3 രീതിയിലാണ്. ഒന്ന് കേരള ജ്യോതി, കേരള പ്രഭ. കേരള പ്രഭ കിട്ടിയിരിക്കുന്നത് 2 പേർക്കാണ്. അതിലൊന്ന് S സോമനാഥാണ്, നമുക്കറിയാവുന്ന ആളാണ്. അദ്ദേഹം ശാസ്ത്ര സാങ്കേതിക രംഗത്തു നിന്നാണ് അദ്ദേഹത്തിന് ഈ ഒരു കേരള പ്രഭ കിട്ടിയിരിക്കുക. അതുപോലെ P ഭുവനേശ്വരി കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടാണ് കിട്ടിയിരിക്കുക. P ഭുവനേശ്വരി എന്താണ്? കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടാണ് കിട്ടിയിരിക്കുക. ഇനിയുള്ളത് കേരള ശ്രീ പുരസ്കാരം ലഭിച്ചിരിക്കുന്ന 6 പേർക്കാണ്. കേരള ശ്രീ പുരസ്കാരം ലഭിച്ചിരിക്കുന്ന എത്ര പേർക്കാണ്? 6 പേർക്കാണ് കേരള ശ്രീ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് ഓർക്കുക, 6 പേർക്കാണ് കേരള ശ്രീ പുരസ്കാരം ലഭിച്ചിരിക്കുക. അപ്പം 6ഉം 2ഉം 8ഉം 1 9 പേർക്കാണ് കേരള പുരസ്കാരം ലഭിച്ചിരിക്കുക മൊത്തത്തിൽ. അപ്പം നമുക്ക് ആ 6 പേരെ ഒന്ന് ഓടിച്ചു നോക്കാം. കലാമണ്ഡലം വിമല മേനോൻ ഏത് മേഖലയായിരിക്കും? നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. എന്താണ്? കലയുമായി ബന്ധപ്പെട്ടാണ്. ഇനി ഡോക്ടർ TK ജയകുമാർ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടാണ്. നാരായണ ഭട്ടതിരി അദ്ദേഹം കാലിഗ്രാഫിയുമായി ബന്ധപ്പെട്ടാണ്. കയ്യെഴുത്ത് കൃതി കാലിഗ്രാഫിയുമായി ബന്ധപ്പെട്ടാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. സഞ്ജു V സാംസൺ നമുക്ക് എല്ലാവർക്കും അറിയാം, കായികം, നമ്മുടെ ക്രിക്കറ്റ് ടീമിൽ, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലൊക്കെ ഉള്ള വ്യക്തിത്വമാണ്. സഞ്ജു V സാംസൺ കായികമാണ്. ഇനി ഷൈജ ബേബി അദ്ദേഹം സാമൂഹ്യ സേവനവുമായി ബന്ധപ്പെട്ടിട്ടാണ് അവർക്ക് ഇത് ലഭിച്ചിരിക്കുക. അതുപോലെ തന്നെ VK മാത്യൂസ് വാണിജ്യം വ്യവസായം എന്നീ മേഖലയിലാണ് ലഭിച്ചിരിക്കുക. അപ്പോൾ കേരള പുരസ്കാരം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ കേരള ശ്രീ കിട്ടിയിരിക്കുന്നത് 6 പേർക്കാണ്. അതുപോലെ കേരള പ്രഭ കിട്ടിയിരിക്കുന്നത് 2 പേർക്കാണ്. കേരള ജ്യോതി കിട്ടിയിരിക്കുന്ന ഒരാൾക്കാണ്, അത് MK സാനു ആണ്. കേരള പ്രഭ കിട്ടിയിരിക്കുന്നത് S സോമനാഥാണ്, ശാസ്ത്രം സാങ്കേതിക രംഗം. V ഭുവനേശ്വരിയാണ് രണ്ടാമത് കിട്ടിയിരിക്കുക, കൃഷിയാണ്. കേരള ശ്രീ കിട്ടിയിരിക്കുന്ന കലാമണ്ഡലം വിമല മേനോൻ കലയ്ക്ക്, TK ജയകുമാർ ആരോഗ്യം, നാരായണ ഭട്ടതിരി കാലിഗ്രാഫ്, സഞ്ജു V സാംസൺ കായികം, ഷൈജ ബേബി സാമൂഹ്യ സേവനം, VK മാത്യൂസ് വാണിജ്യം വ്യവസായം ആണ് ലഭിച്ചിരിക്കുക. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി 2024 JCB പുരസ്കാരം വളരെ പ്രധാനപ്പെട്ട പുരസ്കാരമാണ്. ഇന്ത്യയിൽ വളരെ അധികം, അതായത് ഏകദേശം 25 ലക്ഷം രൂപയാണ് സമ്മാന തുക. ഈ സമ്മാന തുക കൊണ്ട് തന്നെ ശ്രദ്ധിക്കപ്പെട്ടു പോകുന്ന ഒരു പുരസ്കാരമാണ് JCB പുരസ്കാരം. അത് ലഭിച്ചിരിക്കുന്നത് ഉപമന്യു ചാറ്റർജിക്കാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ അടുത്ത നാളിലെ, അത് 2024 JCB പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഉപമന്യു ചാറ്റർജിക്കാണ്. അദ്ദേഹത്തിന് ലോറൻസോ സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്നുള്ള പുസ്തകത്തിനാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ലോറൻസോ സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്ന പുസ്തകമാണ് JCB പുരസ്കാരത്തിന് 7ാം പതിപ്പിൽ അദ്ദേഹത്തിന് വിജയിയാക്കിയിട്ടുള്ളത്. 2018 ആണ് ഈ JCB പുരസ്കാരം JCB ഫൗണ്ടേഷൻ കൊടുക്കാൻ തുടങ്ങിയത്. അങ്ങനെ 2018 പ്രഥമ പുരസ്കാരം ജാസ്മിൻ ഡേയ്സ് എന്ന പുസ്തകത്തിലൂടെ നമ്മുടെ ബെന്യാമിനാണ് ലഭിച്ചത്. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. 2018 ഇപ്പൊ 2024 കിട്ടിയിരിക്കുന്ന ആർക്കാണ്? ഉപമന്യു ചാറ്റർജിക്കാണ്. എന്നാൽ 2018 തുടങ്ങിയ സമയത്ത് തന്നെ കിട്ടിയത് ജാസ്മിൻ ഡേയ്സ് എന്ന വർക്കിന് ബെന്യാമിനാണ്. 2020 മസ്താഷ് എന്ന പുസ്തകത്തിലൂടെ S ഹരീഷും മലയാളി സാന്നിധ്യം അറിയിച്ചു. ഇനി 2021 ഡൽഹി സോളിലോക്കി എന്ന പുസ്തകത്തിലൂടെ M മുകുന്ദനും JCB പുരസ്കാരത്തിന് മലയാളി സാന്നിധ്യമായി മാറി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിന്റെ സമ്മാന തുക ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, 25 ലക്ഷം രൂപയാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ജ്ഞാനപീഠ പുരസ്കാരത്തിലേക്ക് നമുക്ക് പോകാം. ഇന്ത്യയിലെ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരങ്ങളിൽ ഒന്നാണ് ജ്ഞാനപീഠ പുരസ്കാരം എന്ന് നമുക്കറിയാം. ജ്ഞാനപീഠം നൽകുന്നത് ജ്ഞാനപീഠം ട്രസ്റ്റാണ്. രൂപീകരിച്ചത് 1944 ശാന്തി പ്രസാദ് ജെയിൻ ആണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഭരണഘടന അംഗീകരിച്ച 22 ഭാഷകളിലെ കൃതികൾക്കാണ് ഈ പുരസ്കാരം നൽകുന്നത്. ഇംഗ്ലീഷ് ഉൾപ്പെടെ 23 വരും അല്ലെ. ഭരണഘടന അംഗീകരിച്ച 22 ഭാഷകളിലെ കൃതികൾക്കാണ് നൽകുന്നത്. സമ്മാന തുക 11 ലക്ഷം രൂപയാണ്. ജ്ഞാനപീഠ പുരസ്കാരം 11 ലക്ഷം രൂപയാണ് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ആദ്യമായി നൽകിയത് 1965 ആദ്യ ജേതാവ് നമുക്ക് എല്ലാവർക്കും അറിയാം G ശങ്കരക്കുറുപ്പാണ്. ഓടക്കുഴൽ എന്ന് പറയുന്ന കൃതിക്കാണ്
1982 മുതൽ ആ കൃതി മാറ്റി സമഗ്ര സംഭാവന പരിഗണിച്ചാണ് ജ്ഞാനപീഠം നൽകുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മരണാനന്തരമായിട്ട് ജ്ഞാനപീഠ ബഹുമതി നൽകാറില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ചോദ്യം ഉണ്ടാവാം, ശ്രദ്ധിക്കണം. 2023 58ാമതായിട്ട് കിട്ടിയത് രാമ ഭദ്രാചാര്യ സംസ്കൃതമാണ്, ഗുൽസാർ ഉറുദു, അങ്ങനെ 2 പേർക്കാണ് വന്നതെങ്കിൽ 2024 59ാമത്തെ വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. 2024 59ാമത് ജ്ഞാനപീഠം കിട്ടിയിരിക്കുന്നത് വിനോദ് ശുക്ലയ്ക്കാണ്. അത് ഹിന്ദി ലാംഗ്വേജിലാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. 2025 മറ്റൊരു പ്രധാനപ്പെട്ട പുരസ്കാരമാണ് ആബേൽ പുരസ്കാരം എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആബേൽ പുരസ്കാരത്തിന് അർഹനായത് 2025 മസാക്കി കഷിവാര എന്ന് പറയുന്ന ആളാണ് അല്ലെ. 2025 ആബേൽ പുരസ്കാരം, മാത്തമാറ്റിക്സിന്റെ നൊബേൽ പ്രൈസ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്നതാണ് ആബേൽ പുരസ്കാരം, നിങ്ങൾക്കറിയാം. 2025 ആബേൽ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് മസാക്കി കഷിവാര എന്നാണ്. സമിതിയെക്കുറിച്ചുള്ള സിമിട്രി ഗണിതശാസ്ത്ര സിദ്ധാന്തമായ റിപ്രസെന്റേഷൻ തിയറി, അതുപോലെ തന്നെ ആൽജിബ്ര അനാലിസിസ് മേഖലയിലും നൽകിയ സംഭാവനകൾക്കാണ് കാഷിവാരെ പുരസ്കാരത്തിന് അർഹനാക്കിയത് എന്നുള്ള കാര്യം കൃത്യമായി ഓർത്തിരിക്കുക. ജപ്പാനിലെ പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞനാണ് മസാക്കി കാഷിവാര എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആബേൽ പ്രൈസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 2025 അർഹനായതാരാണ്? മസാക്കി കഷിവാര എന്ന് പറയുന്ന ആളാണ്. ഓക്കെ. അതുപോലെ തന്നെ കേരള ഫിലിം ക്രിട്ടിക് അവാർഡ് 2024 48ാമത് കേരള ഫിലിം ക്രിട്ടിക് അവാർഡിന്റെ ജൂറി ചെയർമാൻ, അപ്പം അത് നമുക്കൊന്ന് പെട്ടെന്നൊന്ന് നോക്കാം, ഡോക്ടർ ജോർജ് ഓണക്കൂർ ആയിരുന്നു. മികച്ച സിനിമ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, കേരള ഗവൺമെന്റ് ഫിലിം ക്രിട്ടിക്സ് അവാർഡാണ് 2024. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിലെ മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുത്തത് ഫെമിനിച്ചി ഫാത്തിമ, അതിന് സംവിധാനം ഫാസിൽ മുഹമ്മദ് ആണ്. മികച്ച 2ാമത്തെ ചിത്രം സൂക്ഷ്മദർശിനിയാണ്, സംവിധാനം MC ജിതിനാണ്, മറന്നുപോകല്. മികച്ച ജനപ്രിയ ചിത്രമായിട്ട് അജയന്റെ 2ാം മോഷണം എന്ന് പറയുന്ന സിനിമയാണ്, സംവിധാനം ജിതിൻ ലാലാണ്. മികച്ച സംവിധായികയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഇന്ദു ലക്ഷ്മിയാണ്, ചിത്രം അപ്പുറമാണ്, മറന്നുപോകല് പെട്ടെന്ന്. ദെൻ മികച്ച നടൻ ടോവിനോ തോമസ് ആണ്. അജയന്റെ 2ാം മോഷണം, അന്വേഷിപ്പിക്കും കണ്ടെത്തും 2 സിനിമകളിലൂടെയാണ്. മികച്ച നടി നസ്രിയ നസീമാണ്, ചലച്ചിത്രം സൂക്ഷ്മദർശിനിയാണ്. റീമ കല്ലുങ്കൽ, ചിത്രം തിയേറ്റർ മിത്ത് ഓഫ് റിയാലിറ്റി എന്ന് പറയുന്നതാണ്. ക്രിട്ടിക് ജൂറി ജൂബിലി അവാർഡ് പ്രത്യേക പരാമർശമാണ്, നമുക്ക് ജഗദീഷിനാണ് അത് കിട്ടിയിരിക്കുക. സമഗ്ര സംഭാവനകളെ മാനിച്ച് നൽകുന്ന ചലച്ചിത്ര രത്നം പുരസ്കാരത്തിന് അർഹനായ ചലച്ചിത്ര നിരൂപകൻ വിജയകൃഷ്ണനാണ് എന്നുള്ളതും ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട ഇതാണ്, കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ കടന്നുപോയത് വളരെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളിലൂടെയാണ്, അല്ലെങ്കിൽ അവാർഡുകളിലൂടെയൊക്കെയാണ് കടന്നുപോയത്. അപ്പോൾ ഇതും നമ്മുടെ ഡിഗ്രി ലെവലിനും അതുപോലെ തന്നെ ഉള്ള പരീക്ഷകൾക്കും 10th ലെവലും അതുപോലെ +2 ലെവലും RRBക്കും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായും ഇതിലേക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കുക. RRB ഗ്രൂപ്പ് ഡിയിൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇതുവരെ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ച റാപ്പിഡ് കോഴ്സിലേക്കൊക്കെ നിങ്ങൾ കൃത്യമായി ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്.